യേശുവിൽ പ്രിയപ്പെട്ടവരെ, രണ്ട് മനോഭാവങ്ങൾ ഭൃത്യന്മാർക്കുണ്ടാകാം. ഒന്ന്, യജമാനനെ പേടിച്ച് യജമാനന് വേണ്ടി ജോലി ചെയ്യുക. അപ്പോൾ യജമാനൻ ഏത് സമയത്ത് വേണമെങ്കിലും വരാമല്ലോ എന്ന ചിന്തയിലാണ് ആ ജോലികളൊക്കെ ചെയ്തു തീർക്കുക. ഇനി യജമാനൻ വരാൻ താമസിക്കുമെന്ന ചിന്തയിൽ ചിലർ അലമ്പാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ യജമാനൻ വരുമോ ഇല്ലയോ എന്നതിനേക്കാൾ തന്നെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണതയെ ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത മനസ്സിലുണ്ടെങ്കിൽ ആദ്യ ഭൃത്യനെ പോലെ തന്നെ ഏത് സമയത്ത് യജമാനൻ വന്നാലും താൻ ജോലിയിൽ മുഴുകി ഇരിക്കുന്നതായി യജമാനൻ തീർച്ചയായിട്ടും കാണും. തൻ്റേതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഓരോ നിമിഷവും ചെയ്യേണ്ടത് ആ നിമിഷം തന്നെ ചെയ്ത് തീർക്കുവാനുള്ള ഒരു താല്പര്യം, കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത, അതൊക്കെയാണ് സ്വർഗരാജ്യത്തിന് നമ്മളെ അവകാശികളാക്കി തീർക്കുക. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതവും മനോഹരവും മഹത്വമുള്ളതായി മാറുന്നതും അങ്ങനെയുള്ളപ്പോഴാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് നമ്മുടെ സാന്നിധ്യം വലിയൊരു അനുഗ്രഹമായി അവർ കരുതും. ഏത് സമയത്ത് എപ്പോൾ നമ്മളെ സമീപിച്ചാലും നന്മ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി അവർ കാണുകയാണ് ചെയ്യുക. ദൈവത്തിൻ്റെ നാമത്തിനും അതിലൂടെ മഹത്വം ഉണ്ടാവുകയാണ്. അങ്ങനെ എപ്പോഴും ഒരുക്കമുള്ളവരായി ഓരോ നിമിഷവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നിമിഷം തന്നെ ചെയ്തു തീർക്കുന്ന വ്യക്തികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.